എന്നെ എന്തിനാണ് ധന്യ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാര്യം ഈ ഞാനൊരു ഞാൻ ചോദിക്കാൻ പാടില്ലെങ്കിലും ഞാൻ നായരാണ്, പക്ഷെ ഞാൻ അങ്ങനെ വിടാറില്ല. ഞാൻ അല്പം ഈ എന്താണ് മയക്കുമരുന്ന് പാർട്ടിയൊക്കെ നടത്തും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നടത്തും. പക്ഷേ ഞാനൊരു നായരായതുകൊണ്ട് മാത്രം അതിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ആഷിഖ് അബുവും പറഞ്ഞത്. ന്യായമായിട്ട് ഞങ്ങളൊക്കെ ഒരേ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ആഷിഖ് അബു എന്താണ് അല്ല ഓക്കെ, പക്ഷെ എന്നാലും ആഷിഖ് അബുവും എന്താണ് ഒരു മയക്കുമരുന്ന് പാർട്ടിയൊക്കെ നടത്തിയെന്നാണ് ആഷിഖ് അബുവിന്റെ പേരിലുള്ള ആരോപണം. അപ്പോൾ ഈ തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞത്, ഈ മയക്കുമരുന്ന് പാർട്ടിയൊക്കെ നടത്തുന്ന സമയത്ത് പോലും ആഷിഖ് അബുവിന്റെ ഒരു ന്യായീകരണം വന്നു ഇന്നലെ. എന്താണ്, ഈ മുസ്ലിം ആയതുകൊണ്ട് സംഘപരിവാരം എന്നെ ആക്രമിക്കുന്നു, ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ്, മുസ്ലിം നാമധാരികൾക്കെതിരെയാണ് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞു. ഈ മയക്കുമരുന്ന് പാർട്ടി നടത്തുന്നതിലും ഈ മറ്റ് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും, ഇനി ഈ സബ്സ്റ്റൻസ് വെർജിനിറ്റി, അതായത് ആദ്യമായി മയക്കുമരുന്ന് കൊടുക്കുന്ന ഒരു അവസ്ഥയ്ക്കാണത് പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ പെൺകുട്ടികളെ വരെ തള്ളിയിടുന്ന അവസ്ഥയിലേക്കും മുസ്ലിം ആയതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇളവുണ്ടോ? ഇനി അതല്ല, ഞങ്ങൾ നായന്മാർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇളവുണ്ടോ? എനിക്കറിയില്ല. പീഡിപ്പിച്ചാലും മയക്കുമരുന്ന് ഉപയോഗിച്ചാലും നായരെന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഒരിളവും തരില്ല. പോലീസ് എടുത്തോണ്ടിട്ട് നല്ല ഇടിച്ച് പഞ്ചറാക്കും. എവിടെ നീ മയക്കുമരുന്ന് വന്നു, പെൺകുട്ടികളെ ഏതൊക്കെ തരത്തിൽ ദുരുപയോഗം ചെയ്തു, എവിടെ നിന്ന് നിനക്കൊക്കെ ഇത് കിട്ടി മണപ്പിക്കാനും ഉപയോഗിക്കാനും ഇത് ചോദിക്കാം. അതിൽ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമില്ല. എൻ്റെ വാർത്ത കിട്ടേണ്ടത് നല്ല പോലെ കിട്ടി. ഞാൻ കേട്ടിട്ടുണ്ട്, ഈ നഖത്തിന്റെ ഇടയിലൊക്കെ മുട്ടുസൂചി കയറ്റി പോലീസ് കൊണ്ടുപോയി ഇപ്പൊ അങ്ങനത്തെ മുറകളെ കൊണ്ടുവന്നു. ഇപ്പൊ മാതൃക ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളൊക്കെ ആയതുകൊണ്ട്, പോലീസും ജനങ്ങളും തമ്മിൽ നല്ല സൗഹൃദമൊക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ശിക്ഷാ നടപടിയിൽ പിന്നെ സംവിധായകനൊക്കെ അല്ലേ, അതുകൊണ്ട് ചിലപ്പോ ഇളവുകൾ വരും. എനിക്കറിയില്ല. ഇപ്പൊ പുലിക്കോട് നാരായണനും ജയറാം പഠിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയായിരുന്നു. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മരിച്ചുപോയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഇടതുപക്ഷ നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ. എനിക്ക് ഭയങ്കരമായിട്ടുള്ള, എന്റെ രാഷ്ട്രീയവുമായി യോജിക്കുന്നില്ലെങ്കിൽ പോലും എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കരമായ ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ മകൻ വിനീഷ് കോടിയേരിക്കെതിരെ ഇതുപോലെ മയക്കുമരുന്ന് കേസ് വന്നു. ഏകദേശം 1.5 വർഷത്തോളം അദ്ദേഹം ബംഗളൂർ പരപ്പനങ്ങാടി അഗ്രഹാര ജയിലിൽ അദ്ദേഹം അഗ്രഹാര ജയിലിൽ അദ്ദേഹം കിടന്നു. അദ്ദേഹം പുറത്തു വന്നിട്ട് പറഞ്ഞതായി ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടാണ് എന്നെ മയക്കുമരുന്ന് കേസിൽ പിടിക്കാൻ സംഘപരിവാർ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത് സംഘപരിവാറിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഷൈൻ ടോം ചാക്കോ എനിക്ക് തോന്നുന്നു ഒരു 7 വർഷം മുൻപാണെന്ന് തോന്നുന്നു, ഇതേ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയും പിടിക്കുന്നു. ഞാൻ കേട്ടിട്ടില്ല ഷൈൻ ടോം ചാക്കോ ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് സംഘപരിവാർ എന്നെ കടന്നാക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. സിദ്ദിഖ് ഒരു മുസ്ലിമാണ്. സിദ്ദിഖ് പറയുന്നത് ഞാൻ കേട്ടില്ല, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് സംഘപരിവാർ എന്നെ മറ്റേ ഈ ഇരയെ വിട്ടിട്ട് എന്നെ പീഡന വീരനാക്കിയത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. മുകേഷ് പറയുന്നു ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണ് സംഘപരിവാർ എനിക്കെതിരെ ഈ മുകേഷ് ഒരു ഇടതുപക്ഷ MLA കൂടിയാണ്. സംഘപരിവാർ എനിക്കെതിരെ ഒരു സ്ത്രീയെ വിട്ടിട്ട് പരാതി കൊടുത്തത് ഞാൻ കേട്ടിട്ടില്ല. ഇടവേള ബാബു പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. മണിയമ്പിള്ള രാജു പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ സുധീഷ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവസാനമെത്തിയ നിവിൻ പോളി ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് എനിക്കെതിരെ ഇത്തരം ഒരു പരാതിയുമായി ഇര വന്നത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ മുസ്ലിം കൂടിയാണല്ലോ, അദ്ദേഹത്തിന് അത് തോന്നിയിട്ടില്ല. ഇല്ല. അപ്പൊ ഈ ആഷിഖ് അബുവിന് പേടി പുകഞ്ഞു തുടങ്ങി അബൂക്ക. കാരണം ഭയം ഉള്ളി നിറഞ്ഞ് പോലീസ് ഈ അമ്മയെ തകർക്കാനായി മട്ടാഞ്ചേരി മാഫിയയിലെ കുറെ പേർ ചേർന്ന് വലിയ ഗൂഢാലോചനകളൊക്കെ നടത്തി ഇപ്പൊ അമ്മയെ തറ പറ്റിച്ച് മലയാള സിനിമ ഇല്ലാതാക്കാം എന്നൊക്കെ വിചാരിച്ച് എന്നിട്ട് ഞങ്ങൾക്ക് വാഴാം എന്നൊക്കെ ഗൂഢലക്ഷ്യങ്ങളിട്ട കുറെ പേരുണ്ടായിരുന്നു. അപ്പോഴാണ് തമിഴിലെ ഒരു ഗായിക സുചിത്ര അങ്ങോട്ട് എല്ലാ വെളിപ്പെടുത്തലും നടത്തിയത്. പക്ഷെ റിമാ കല്ലിങ്കൽ പറയുന്നു ഒരു 30 സെക്കൻഡോ പറയുന്നതിന്റെ ഇടയ്ക്ക് ഒരു സെക്കൻഡ് 1 മിനിറ്റോ എന്താണ് അവർ ഇതിനെക്കുറിച്ച് പറയുന്നത്, അതിനെടുത്താണ് വാർത്തയാക്കുന്നത്. ആ 1 മിനിറ്റിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് എന്ന് സത്യത്തിൽ ഇവർ മനസ്സിലാക്കാതെ സംസാരിക്കുന്നതാണോ അതോ മനസ്സിലാക്കിയിട്ടും ധന്യ 1 മിനിറ്റോ 10 സെക്കൻഡോ എന്നുള്ളതല്ല, അവർ പറഞ്ഞ കാര്യം അതിലെ മെറിറ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. റിമ മുസ്ലിം അല്ലല്ലോ, അപ്പൊ റിമയ്ക്കെതിരെയും ആരോപണം വന്നിട്ടില്ലേ? മാഫിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിമയാണ്. അപ്പൊ റിമ മുസ്ലിം, ഇനിയിപ്പോ റിമ
മതം മാറിയോ ആ രീതിയിൽ ഇവർ ചിന്തിച്ചു അല്ലെങ്കിൽ എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം വരെ അവരുടെ പേര്. ഇതിനിടയ്ക്ക് അവർ മതം മാറിയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആഷിഖ് അബു ഈ സന്ദീപ് വാര്യറാണ് ഇത് തുടങ്ങി വെച്ചത്. ഇടയ്ക്ക് സന്ദീപ് വാര്യരുടെ ഒരു പോസ്റ്റ് കരുണ സംഗീത നിശ്ചയമായി ബന്ധപ്പെട്ട് പ്രളയ ദുരിതാശ്വാസ ഫണ്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഈ സന്ദീപ് വാര്യർ തുടങ്ങി. സന്ദീപ് വാര്യർ പറയുന്നത് ഈ ജമാഅത്തി ഇസ്ലാമുകളെ കാർമ്മികത്വത്തിൽ മലയാള സിനിമയെ പിടിച്ചെടുക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു മുന്നോടിയായിട്ടാണ് ഈ അമ്മ സംഘടനയെ തകർക്കാനും മലയാള സിനിമയിൽ ഇത്തരം ചില കാര്യങ്ങളുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല, എല്ലാ തൊഴിൽ മേഖലയിലും ഉള്ളതുപോലെ കുറച്ചുകൂടി വിശാലമാണ് മലയാള സിനിമ, ഗ്ലാമറസ് ലോകമാണ്, അവിടെ ഉണ്ടാകും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ 15ഉം 20ഉം 10ഉം വർഷമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ രംഗപ്രവേശനം ചെയ്യുന്നത് ഇത്തരം ഒരു മാഫിയ അതിനുള്ളിൽ കടന്നുകൂടാനുള്ള ശ്രമങ്ങളായിരിക്കും എന്നാണ് പലരും പറയുന്നത്. എന്തോ അത് അവരുടെ വർഷനാണ്, അവർക്ക് അതിൽ തെളിവുകൾ ഉണ്ടാവും, അതൊന്നും നമുക്കറിയില്ല. പക്ഷേ ആഷിഖ് അബുവിനെ സംബന്ധിച്ച് ഇവിടെ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഇനി സംഘപരിവാറിന് എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ അത് അവരുടെ കാര്യം. അതൊന്നും ഇവിടെ കേരളത്തിലെ ജനങ്ങളെയോ അല്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്ന ഏജൻസികളുടെ വിഷയമല്ല. ഈ ആഷിഖ് അബുവിനെ സംബന്ധിച്ചിടത്തോളം ആഷിഖ് അബു മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഇനി ഏത് ജാതി മതത്തിൽപ്പെട്ട ആളാണെങ്കിലും മയക്കുമരുന്ന് ഉപയോഗം ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തിയാൽ തൂക്കും മോനെ, ഉറപ്പാണത്, ഒരു സംശയവുമില്ല. കാര്യം ഈ മയക്കുമരുന്നിന് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും ജാതിയും മതമൊന്നുമില്ലല്ലോ. അത് ആരുടെ ശരീരത്തിലും കയറിയാൽ നെർവ് സിസ്റ്റങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ ഒരേപോലെ തന്നെയാണ്. ഈ കാര്യം ഞാൻ അതിനിടയ്ക്ക് പാർത്തനോട് ഒരു കാര്യം ചോദിച്ചു, മുസ്ലിങ്ങളുടെ ശരീരത്തിൽ മയക്കുമരുന്ന് കയറിയാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടില്ല ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്കതിന്റെ ഈ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മാത്രമാണ് അത് അറിയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ അവരോട് ചോദിക്കാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ എനിക്കറിയില്ല. നല്ല 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 ഒരുപാട് കാര്യങ്ങൾ മികച്ച രീതിയിൽ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം മതവിഭാഗക്കാരുമുള്ള നാടാണിത്. മയക്കുമരുന്നിന്റെ കൃത്യമായ നിലപാടെടുക്കുന്ന മുസ്ലിമുകൾ ഉള്ള നാടാണിത്. അപ്പോൾ ഈ ആഷിഖ് അബു പറയുന്നത് ഇതൊരു കേവലം തമാശയായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. കാര്യം ആഷിഖ് അബു ഇതിനോട് ലക്ഷ്യം വെക്കുന്നത് എന്തെങ്കിലും തരത്തിൽ തനിക്കെതിരെയോ തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കെതിരെയോ ഒരു വലിയ പ്രശ്നം വരുമ്പോൾ അവിടെ കൃത്യമായി മതം തിരികെ കയറ്റുന്നു. മതം ഒരു മുസ്ലിം വിരുദ്ധതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു പുരോഗമന സമൂഹത്തിന് പിന്നെ അത് മതി. അവർ ചെയ്ത ഈ മയക്കുമരുന്നോ അവർ ചെയ്ത മറ്റു കാര്യങ്ങളോ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗ്യാങ്ങോ ഇവരുടെ പുറകിലുള്ള കളികളോ ഒന്നും തന്നെ ഇവിടെ ആരും ചർച്ച ചെയ്യില്ല. അയ്യോ ഇസ്ലാം ഇരവാദം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് മനുഷ്യൻ്റെ ഉള്ളിലേക്ക്, കേരളത്തിലെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അത് ആഷിഖ് അബുവിന് കൃത്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ അറിയാമെന്നുള്ളതാണ്. അതാണ് ആഷിഖ് അബുവിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആഷിഖ് അബു ഇവിടെ ചെയ്തു വെച്ച കാര്യം എന്ന് പറയുന്നത് ആഷിഖ് അബുവിനെതിരായി കൊണ്ട് ഒരു ആരോപണം വരുന്നു. ആ ആരോപണത്തിൽ പല കാര്യങ്ങളും വരികയാണ്. അദ്ദേഹത്തിൻ്റെ കഫേയുമായി ബന്ധപ്പെട്ട്, അദ്ദേഹം നടത്തുന്ന നിശാ പാർട്ടികളുമായി ബന്ധപ്പെട്ട്, അതിൽ മാധ്യമപ്രവർത്തകരും സംഗീത സംവിധായകന്മാരും ടെക്നീഷ്യൻസും ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണം വരികയാണ്. ഇതിൽ ആഷിഖ് അബു പറയേണ്ടത് എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ ഒരു പോലീസ് അന്വേഷണം വരട്ടെ, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു, പോലീസ് അന്വേഷിച്ചോളൂ എന്ന് ആഷിഖ് അബു അതല്ല പറയുന്നത്. ആഷിഖ് അബു പറയുന്നത് ഒരു വെളുപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും എന്നെ വലിച്ചിട്ട് അലക്കുന്നേ, അയ്യോ എന്നെ ആക്രമിക്കുന്നേ, ഞാനൊരു മുസ്ലിമാണേ, ഓടി വരണേ എന്നൊക്കെ പറയുന്ന ആ ഒരു മെന്റാലിറ്റിയാണ് ആഷിഖ് അബു ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റിമ കല്ലിങ്കലിൻ്റെ കാര്യം എടുത്താൽ റിമ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റിമ സത്യസന്ധമായി പറയുകയാണെങ്കിൽ റിമ ഇവിടെ മലയാള സിനിമയ്ക്കകത്ത് ഒരുപാട് കാലമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടിയാണ്. പക്ഷേ റിമയും ഇവിടെ ഒരു റിമയ്ക്കെതിരായി കൊണ്ട് ഒരു ആരോപണം വരുന്ന സമയത്ത് അതിനെ കൃത്യമായി ചെറുക്കാനല്ല അവർ ശ്രമിക്കുന്നത്. അവർ പറയുന്നത് എനിക്കെതിരെ വരുന്ന ആരോപണവും എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആരോപണങ്ങളാണ് വരുന്നത്. അവർക്കെതിരെ വരുമ്പോൾ മാത്രം ടാർഗറ്റ്, മറ്റുള്ളവർക്കെതിരെ വരുമ്പോൾ എല്ലാം അത് കൃത്യമായ തെളിവോട് കൂടിയുള്ളത് അല്ലേ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു ഈ ആഷിഖ് അബു എന്തുകൊണ്ട് നിവിൻ പോളിയെ പോലെ ചങ്കുറപ്പോടെ വന്ന് നിന്നിട്ട് ഇത്തരം ആരോപണങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ, നാർക്കോട്ടിക്സ് വിഭാഗം ഇവരൊക്കെ അന്വേഷിക്കട്ടെ, ഞാൻ ആ അന്വേഷണത്തെ പാർത്ഥൻ പറഞ്ഞതുപോലെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്കെതിരെ വന്ന ഇത്തരം ഈ ആലിഗേഷൻസ് അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ, ഞാൻ ബാംഗ്ലൂരിൽ നിശാ പാർട്ടി നടത്തുന്നു, അതിൽ ഈ പെൺകുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്, ചോക്ലേറ്റ് പോലും കഴിക്കാൻ പറ്റുന്നില്ല, അത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ആരോപണങ്ങളെ നിഷേധിക്കുന്നു. എന്നിട്ട് ഞാൻ അതിൽ അന്വേഷണം നേരിടാൻ തയ്യാറാണ്, നിങ്ങൾ ആരെ വിട്ട് വേണമെങ്കിലും അന്വേഷിച്ചോളൂ. ഇതല്ലേ ആഷിഖ് അബുവിനെ പോലുള്ളൊരു സംവിധാനം പറയേണ്ടത്? എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയാണ് സുചിത്ര ഈ ഒരു ആരോപണവുമായി തൻ്റെ സോഷ്യൽ മീഡിയ രംഗത്തെത്തുന്നത്. ഞായർ കഴിഞ്ഞിട്ട് ഇന്ന് എത്ര ദിവസമായി? ഈ 5-6 ദിവസമായപ്പോഴാണ് ആഷിഖ് അബുവിന് മനസ്സിലായത് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് എനിക്കെതിരെ സംഘപരിവാർ ആരോപണം നടത്തുന്നത്. സത്യത്തിൽ ആഷിഖ് അബു എനിക്ക് നിങ്ങളോട്
പരമ പുച്ഛമാണ് ഈ അവസരത്തിൽ തോന്നുന്നത്. കാരണം നിങ്ങളൊരു സംവിധായകനാണ്, ഒരു പുരോഗമനവാദ സംവിധായകൻ എന്നാണ് നിങ്ങൾ പറയുന്നത്. അത്തരത്തിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ അമ്മയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ നിങ്ങൾ ചാനലുകളിൽ വന്നിരുന്ന് പ്രസംഗിച്ചതൊക്കെ ഇപ്പോഴും നമ്മൾ മറന്നിട്ടില്ല എന്നുള്ളതാണ്. ആ നിങ്ങൾ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ ചേർത്ത് നിർത്താനായി കാണിക്കുന്ന ഇത്തരം നാണം കെട്ട പരിപാടികൾ ആദ്യം നിർത്തണം. എന്തായാലും നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത് BJP-യുടെ നേതാക്കന്മാരും ഈ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളൊക്കെ ഇത് കാണുന്നുണ്ടാവും. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്ന NCB എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനമുണ്ട് രാജ്യത്തിനകത്ത്. ഏത് സംസ്ഥാനത്തിനകത്തും ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്ന സംവിധാനമാണ്. ഇവർ ഈ NCBയുടെ അന്വേഷണം, കൃത്യമായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണം, ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരട്ടെ. ഇവിടുത്തെ സംസ്ഥാന പോലീസിന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കാര്യത്തിൽ. അപ്പോൾ ആ ഒരു അന്വേഷണത്തെ ആഷിഖ് അബു നേരിട്ട് അതിൽ അദ്ദേഹം എന്താണ് നിരപരാധിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളടക്കം അദ്ദേഹത്തെ പിന്തുണയ്ക്കാം. ധൈര്യമുണ്ടോ ആഷിഖ് അബുവിന് ഈ NCB നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണം നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാനും, അതുപോലെ തന്നെ സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അത്തരം ഒരു സംവിധാനത്തിലേക്ക് K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചു കഴിഞ്ഞു. എങ്കിൽ പോലും ഇത്തരം ഒരു സംവിധാനത്തിലേക്ക്, ഇത്തരം ഒരു അന്വേഷണത്തിലേക്ക് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരണമെന്ന് തന്നെയാണ് എനിക്കിത് പറയാം. കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയോട് കൂടി പറയാണ്, താങ്കൾ ഈ വാർത്ത കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരക്കാരെ, കാരണം സമൂഹത്തിൽ ഇത്തരം മതസ്പർദ്ധ വളർത്തിക്കൊണ്ട് തമ്മി തല്ലിക്കാൻ നോക്കുന്ന ഇത്തരക്കാരെ അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം മയക്കുമരുന്ന് ലോബികൾ പ്രവർത്തിക്കുന്നുണ്ട്, മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അവരെ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതുണ്ട്. ഇവർക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നതാര്, എവിടെ നിന്ന് കിട്ടുന്നു, പെൺകുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു, തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. പക്ഷെ അവർ അത് ചെയ്യില്ല. കേന്ദ്ര സർക്കാരിനുണ്ട്. കേന്ദ്ര സർക്കാർ അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൽ സുരേഷ് ഗോപിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആഷിഖ് അബുവിനെ MM.TOK വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും മാധ്യമത്തിന്റെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ നിഷേധിക്കുവാനും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുവാനും ആഷിഖ് അബുവിന് ധൈര്യം. അത് സ്റ്റേറ്റ് ഏജൻസിയുടെ അന്വേഷണമല്ല നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവസാനം ഒരു കാര്യം പറയട്ടെ, ഞാൻ ആദ്യമേ തമാശയ്ക്ക് വേണ്ടി എന്റെ കാര്യം എടുത്തുവിട്ട് പറഞ്ഞിട്ട് നാളെ എന്നെ ഞാനും ആഷിഖ് അബുവും തമ്മിലാണ് എന്ന് പറഞ്ഞ് എന്നെ ആക്രമിക്കാൻ വരരുത് എന്നും കൂടെ ഞാൻ പറയും. നായരല്ലേ? സംഘപരിവാർ മറ്റേതെങ്കിലും ആളുകൾ നിനക്കെതിരെ കൊടി പിടിക്കാൻ സാധ്യതയുണ്ട്.